തിരുവനന്തപുരത്ത് കനത്ത മഴയിൽ കിള്ളിയാർ കര കവിഞ്ഞത് ജനത്തെ വലച്ചു. ജഗതി ബണ്ട് റോഡിൽ റോഡിലേക്കും വെള്ളം കയറി. ജിബി വിവരങ്ങളുമായിട്ട് ജിബിൻ, ഇപ്പോഴെന്താണ് അവസ്ഥ? ഉച്ചയ്ക്ക് ശേഷം മഴ അല്പം ശമിച്ചിട്ടുണ്ടായിരുന്നു, ഇപ്പോൾ വീണ്ടും മഴ തുടങ്ങിയോ? ഈ വെള്ളം കയറിയ വീടുകളിൽ നിന്നൊക്കെ ആളുകളെ മാറ്റിപ്പാർപ്പിക്കാൻ കഴിഞ്ഞോ, അതോ ആളുകൾ വീടുകളിൽ തന്നെ തുടരുകയാണോ? ദിവിഷ്, നമ്മളിപ്പോൾ നിൽക്കുന്നത് ഈ ജഗതിക്ക് സമീപമുള്ള കരയ്ക്കോട് എന്ന് പറയുന്ന പ്രദേശമാണ്. കാരക്കാട് എന്ന് പറയുന്ന പ്രദേശം. ഇന്ന് തിരുവനന്തപുരത്തെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഇന്ന് ഉച്ചയ്ക്ക് ശേഷം ഇവിടെ അങ്ങനെ മഴ പോലും പെയ്തിട്ടില്ല. പക്ഷേ തിരുവനന്തപുരത്തിൻ്റെ ഗ്രാമീണ മേഖലകളിലും പ്രത്യേകിച്ച് മലയോര മേഖലകളിലൊക്കെ തന്നെ പെയ്ത കനത്ത മഴയുടെ ഭാഗമായിട്ടാണ് ഈ കിള്ളിയാറിലേക്ക് വലിയ രീതിയിൽ ജലമെത്തുകയും ഇവിടുത്തെ ഈ ജഗതിക്ക് സമീപമുള്ള ബണ്ട് മുറിച്ചുകൊണ്ട് ഈ വെള്ളം വീടുകളിലേക്കും സമീപത്തുള്ള റോഡുകളിലേക്കും ഒക്കെ തന്നെ കയറിയിട്ടുള്ളത്. നമുക്കറിയാം ഈ പ്രദേശം എന്ന് പറയുമ്പോൾ ഇവിടെ നിന്ന് ജഗതിയുടെ ട്രാഫിക്കൊക്കെ ഒഴിവാക്കി കരമനയിലേക്ക് പോകുന്ന ഒരു ഷോർട്ട് കട്ട് റോഡാണിത്. അതുകൊണ്ട് തന്നെ ജനങ്ങൾ വലിയ രീതിയിൽ ഉപയോഗിക്കുന്ന ഒരു റോഡ് കൂടിയായിരുന്നു. പക്ഷേ ഇപ്പോൾ നമുക്ക് രാത്രി ആയതുകൊണ്ട് തന്നെ നമുക്ക് ദൃശ്യങ്ങൾ കാണിക്കുന്നതിലൊക്കെ തന്നെ ചെറിയ രീതിയിലുള്ള പരിമിതികളുണ്ട്. പക്ഷേ ഈ റോഡ് കിള്ളിയാറും ഈ ഒരു റോഡും എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഏകദേശം ഒരേ രീതിയിലാണ് ഇപ്പോൾ കിടക്കുന്നത്. റോഡ് ഏതാണ്, കിള്ളിയാർ ഏതാണ് എന്ന് അറിയാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഇവിടെ നിലവിലുള്ളത്. ഈ സമീപത്തുള്ള വീടുകളിലേക്കൊക്കെ തന്നെ വെള്ളം കയറിയിട്ടുണ്ട്. പക്ഷെ മുൻപും ഈ ഒരു സാഹചര്യത്തിലൊക്കെ തന്നെ ഇവിടെ വീടുകളിൽ വെള്ളം കയറുന്ന ഒരു സാഹചര്യം ഉള്ളതുകൊണ്ട് തന്നെ ആളുകളൊക്കെ തന്നെ അവരുടെ സാധനങ്ങളൊക്കെ തന്നെ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ചേട്ടാ, ഇവിടെ ആദ്യമായിട്ടാണോ ഇത്തരത്തിൽ വെള്ളം കയറുന്നത്? അല്ല, കാലവർഷം വരുമ്പോഴത്തേക്ക് ഇവിടെ വെള്ളം കയറുന്ന പ്രദേശമാണ്. ജഗതി ജംഗ്ഷനിൽ നിന്ന് വരുന്ന ഒരു കാരക്കാട് പ്രദേശമാണ് ഇത്. ഈ റോഡെന്ന് പറയുന്നത് നമ്മളെ ഈ മെയിൻ റോഡ് കട്ട് ചെയ്ത് അത്യാവശ്യം ട്രാഫിക് ഇല്ലാതെ പോകാൻ പറ്റുന്ന ഒരു റോഡാണ്. ഈ തിരുവനന്തപുരത്തെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഇന്ന് തിരുവനന്തപുരത്ത് അങ്ങനെ മഴ പെയ്തിട്ടില്ല. പക്ഷേ ഈ മലയോര മേഖലയിലുള്ള വെള്ളം ആണ് ഇത്രയും ഈ ഒരു രീതിയിലൂടെ കയറിക്കുന്നത്. അപ്പോൾ തിരുവനന്തപുരത്ത് കൂടി മഴ പെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ സാഹചര്യം എന്താകും? സാധാരണ നമ്മൾ സിറ്റിക്കകത്ത് പെയ്താൽ വലിയ പ്രശ്നമില്ല. മലയോര മേഖല, അതായത് നെടുമങ്ങാടിന് അപ്പുറത്തോട്ടുള്ള പ്രദേശങ്ങളും മഴ പെയ്യുമ്പോഴാണ് നമ്മളെ ഈ ആറ്റിൽ കൂടെ ഈ വെള്ളം വരുന്നത്. അപ്പോൾ നമ്മൾ ആറ്റിലെ ബണ്ടൊക്കെ കെട്ടിയിട്ടുണ്ടെങ്കിലും അതിൽ കൂടെ വെള്ളം വരാറുണ്ട്. ബോർഡ് വഴിയാണ് ഈ വെള്ളം ആറ്റിനകത്തോട്ട് കരയിലോട്ട് കയറുന്നത്. ചില വീടുകളിലൊക്കെ കയറിയിട്ടുണ്ട്, ചിലത് കയറിയിട്ടില്ല. ദിവിഷ്, ഈ തിരുവനന്തപുരത്തെ മലയോര മേഖലകളിൽ കഴിഞ്ഞ ദിവസവും പ്രത്യേകിച്ച് ഇന്ന് രാവിലെയൊക്കെ തന്നെ പെയ്ത കനത്ത മഴയിലാണ് ഇവിടെ ഈ കിള്ളിയാറിലേക്ക് വലിയ രീതിയിലുള്ള വെള്ളം എത്തിയിരിക്കുന്നത്. നമുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നെടുമങ്ങാട് നിന്ന് ഇങ്ങോട്ട് വരുന്ന വഴിക്ക് നമുക്ക് വഴയില തുടങ്ങി വഴയില മുതൽ തന്നെ റോഡിൻ്റെ ഒപ്പം തന്നെ ഈ കിള്ളിയാർ കരകവിഞ്ഞ് വെള്ളം കയറുന്ന കാഴ്ച നമുക്ക് കാണാം. ഇവിടേക്ക് എത്തുകയാണെന്നുണ്ടെങ്കിൽ ഈ കിള്ളിയാർ, അതായത് ജഗതി, കരമന ഈ ഭാഗത്തൊക്കെ തന്നെ വലിയ രീതിയിൽ വെള്ളം ഈ റോഡുകളിലേക്ക് ഉൾപ്പെടെ കയറുന്നത് നമുക്ക് കാണാൻ സാധിക്കും. എന്തായാലും തിരുവനന്തപുരത്ത് ഇന്ന് ഉച്ചയ്ക്ക് ശേഷം മഴ അങ്ങനെ പെയ്തിട്ടില്ല. പക്ഷേ തിരുവനന്തപുരത്ത് കൂടി ഇന്ന് രാത്രി മഴ പെയ്യുകയാണെന്നുണ്ടെങ്കിൽ സാഹചര്യങ്ങൾ വലിയ രീതിയിൽ തന്നെ പ്രശ്നമുണ്ടാകും. കാരണം ഇപ്പോൾ തന്നെ തിരുവനന്തപുരത്ത് കൂടി നഗരത്തിലൂടെ ഒഴുകുന്ന, നഗരത്തിന്റെ ഹൃദയഭാഗങ്ങളിലൂടെ ഒഴുകുന്ന ആറുകളൊക്കെ തന്നെ വലിയ രീതിയിൽ നിറഞ്ഞു കവിഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ തിരുവനന്തപുരം നഗരത്തിൽ കൂടി നഗരത്തിന്റെ വേറെ ഏതെങ്കിലും പ്രദേശങ്ങളിൽ ഇതുപോലെ വെള്ളക്കെട്ട് ഉണ്ടായിട്ടുണ്ടോ? തിരുവനന്തപുരത്തെ ഒരു മഴ മുന്നറിയിപ്പുകൾ കൂടി എങ്ങനെയാണ്? ഇപ്പോൾ 2 ജില്ലകളിൽ മാത്രമാണല്ലോ റെഡ് അലർട്ട് ഉള്ളത്. ഡിവിഷ്, നിലവിൽ യെല്ലോ അലർട്ട് മാത്രമാണ് തിരുവനന്തപുരത്ത് ഉള്ളത്. നേരത്തെ ഞാൻ സൂചിപ്പിച്ചത് അതാണ്. തിരുവനന്തപുരത്ത് നിലവിൽ നമുക്ക് മഴ ഇല്ല. ഇന്ന് ഉച്ചയ്ക്ക് ശേഷം തിരുവനന്തപുരത്ത് ചെറിയ രീതിയിൽ പോലും തിരുവനന്തപുരം നഗരപ്രദേശങ്ങളിൽ മഴ പെയ്തിട്ടില്ല. തിരുവനന്തപുരത്തിന്റെ ഗ്രാമപ്രദേശങ്ങളിൽ, മലയോര ഗ്രാമങ്ങളിൽ എടുത്തു പറയേണ്ടത് നെടുമങ്ങാട്, പാലോട്, വിതുര, കാട്ടാക്കട എന്നീ മേഖലകളിലാണ് ഇന്നിപ്പോൾ മഴയുള്ളത്. അവിടെ ഇപ്പോൾ ചെറിയ രീതിയിൽ തുറന്നിട്ടുണ്ട്. പക്ഷേ ഇന്ന് രാവിലെയും ഇന്നലെ രാത്രിയും ഇന്ന് ഉച്ചയ്ക്കൊക്കെ തന്നെ ഈ ഗ്രാമപ്രദേശങ്ങളിലൊക്കെ തന്നെ കനത്ത മഴയായിരുന്നു. ഇവിടുത്തെ വെള്ളമാണ് ഈ കിള്ളിയാർ വഴി ഇങ്ങോട്ടേക്ക് വലിയ രീതിയിൽ എത്തിയിരിക്കുന്നത്. ആ വെള്ളം മാത്രമാണ് ഇപ്പോൾ നഗരത്തിലുള്ളത്. നഗരത്തിൽ കിള്ളിയാറിന് സമീപത്തുള്ള പ്രദേശങ്ങളിലാണ് ഇപ്പോൾ നിലവിൽ വെള്ളം കയറിയിട്ടുള്ളത്. ഈ ജഗതിയായിരുന്നാലും കരമനയാറായിരുന്നാലും എല്ലാം കിള്ളിയാറിന് സമീപത്തായിട്ടുള്ള പ്രദേശങ്ങളിലാണ് ഈ കിള്ളിയാറ്റിൽ കൂടി ഒഴുകുന്ന വെള്ളം ഇപ്പോൾ കരയിലേക്ക് കയറിയിരിക്കുന്നത്. എന്തായാലും തിരുവനന്തപുരത്ത് ഇന്ന് രാത്രി മഴ പെയ്തില്ല എന്നുണ്ടെങ്കിൽ നമുക്കിത് ഏകദേശം പരിഹരിക്കാൻ പറ്റും. പക്ഷേ കഴിഞ്ഞ ഒരു 2 മണിക്കൂർ മുമ്പും ഈ ഒരു പ്രദേശത്ത് നിന്ന്, ഈ ജഗതിക്ക് സമീപത്തുള്ള ഈ ഒരു പ്രദേശത്ത് നിന്ന് ഞാൻ വാർത്ത റിപ്പോർട്ട് ചെയ്തതാണ്. പക്ഷേ അപ്പോൾ ഉണ്ടായിരുന്നതിൻ്റെ ലെവൽ നമുക്കിപ്പോൾ വെള്ളത്തിൻ്റെ കൂടിയത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. കാരണം ഞാൻ നേരത്തെ റിപ്പോർട്ട് ചെയ്ത സ്ഥലം അവിടെയാണ്. അവിടെ ഈ കിള്ളിയാറിൽ നിന്ന് ബണ്ട് വഴി വെള്ളം കയറുന്ന ഒരു പ്രദേശമാണ്. പക്ഷേ ആ ഒരു അതേ നിലയിലുള്ള വെള്ളമാണ് ഇപ്പോൾ ഈ ഒരു റോഡിലേക്കും, ജഗതിയിലോട്ടുള്ള മെയിൻ റോഡിലേക്കുള്ള സമീപ പ്രദേശത്തും ഇപ്പോൾ അതേ രീതിയിലുള്ള വെള്ളമാണ് ഇവിടെ എത്തിയിരിക്കുന്നത്. അതായത് നമുക്കാണ് ഈ വീടിൻ്റെ മതിൽ ചേർന്ന് തന്നെ നമുക്ക് കാണാൻ പറ്റും. മതിലും ഗേറ്റും ഒക്കെ തന്നെ ഏകദേശം അതിൻ്റെ പകുതിയോളം വെള്ളം ഇപ്പോൾ നിലവിലുണ്ട്. അതായത് കഴിഞ്ഞ ഒരു 2 മണിക്കൂർ കൊണ്ട് തന്നെ ഇപ്പോൾ നേരത്തെ ഉണ്ടായിരുന്നതിൻ്റെ ജലം വീണ്ടും വലിയ രീതിയിൽ ഇവിടെ കയറിയിട്ടുണ്ടെന്ന് നമുക്ക് ഇതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാൻ സാധിക്കും. ശരി, എന്തായാലും മലയോരത്തെ മഴയാണ് തിരുവനന്തപുരം നേരത്തെ ജഗതിയിലെ ഈ മേഖലയെ വെള്ളത്തിലാക്കിയിരിക്കുന്നത്. എന്തായാലും അവിടെ മഴ തുടർന്നാൽ ഈ വെള്ളക്കെട്ട് പെട്ടെന്ന് ഒഴിയുമെന്ന് നമുക്ക് പറയാനും കഴിയില്ല. ജിബിനാണ് അവിടെ നിന്നുള്ള വിവരങ്ങൾ നൽകിയത്.